ഗുഡ് ഈവനിങ് ടു ഓൾ. ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴത്തേക്കുമാണ് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ കോസ്റ്റ്യൂം സെയിം ഇതാണെന്ന്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു, എന്താണ് ഈ ഒരു ഡ്രസ്സേ ഉള്ളത് നിങ്ങളെ യൂണിഫോം ആണോ എന്നുള്ളത്. കാരണം നമുക്ക് ആകെ ഒരു സൺഡേ കിട്ടുക, ആ ഒരു സൺഡേയിലാണ് നമ്മൾ ശരിക്കും നടിച്ച് കുളിക്കുന്നുണ്ടാവുക. ബാക്കിയുള്ള ദിവസങ്ങളെന്ന് പറയണത് നമ്മൾ ഓഫീസിൽ നിന്ന് വരുന്നത് ഈ പറഞ്ഞ പോലെ നൈറ്റ് വരിക. അപ്പം ഏതെങ്കിലും ഒരു കൂതറ മാക്സിയൊക്കെ എടുത്തിട്ട് അപ്പത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നാൽ മതിയല്ലോ. സോ എന്താ പറയുക, നമുക്കപ്പോൾ ഉറങ്ങുക അത്രയല്ലേ നമ്മുടെ പണിയുള്ളൂ. സൺഡേ ആകുമ്പോൾ നമുക്ക് സമയം കിട്ടും, ഇത്തിരി വീഡിയോ ഒക്കെ എടുക്കാം, ഇത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോഴാണ് ഒന്ന് വിശാലമായിട്ടോടെ നടിച്ച് കുളിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്ന വൃത്തിയും മേനെയുള്ള ഡ്രസ്സൊക്കെ എടുത്തിടാന്ന് വിചാരിക്കുമ്പോൾ ആദ്യം കൈ കിട്ടുന്നത് ഇതായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോ നോക്കിയാലും ഫോട്ടോ നോക്കിയാലും ഇത് തന്നെ ആയിരിക്കും ഉള്ളത്. അപ്പം ഞാൻ പറയുന്നത് മനഃപൂർവ്വം അല്ല, യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വിചാരിച്ചോട്ടോ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ചുരിദാർ എടുത്തിടുമ്പോൾ എൻ്റെ മക്കൾ ചോദിക്കും ഞാൻ എടുക്കാൻ പോകുന്നത്. അതായത് ഇതന്നെ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലായത് കുറേ കാലമായിട്ട് ഇടുന്നതാണ്. ഇത് കണ്ടാൽ എൻ്റെ കുട്ടികൾ ചോദിക്കും. കാരണം എന്നെ ആ കൂറ വേഷത്തിലാണ് എപ്പോഴും എൻ്റെ കുട്ടികൾ കാണുന്നത്. ഈ ഒരു നൈറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെ വിചാരം ഞാൻ ചുരിദാർ ഇട്ടാൽ ഞാൻ എവിടെയെങ്കിലും പോവുകയാണെന്നാണ് വിചാരിക്കുന്നത്. എന്താ ചെയ്യുക, കുട്ടികളെ മനസ്സ് നിഷ്കളങ്കമാണല്ലോ. അപ്പം വേറെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. ഇനി വേറെ ഡ്രസ്സ് പിന്നെ ഏതായാലും വീഡിയോ ചെയ്യുക. ഈ ഒരു വീഡിയോ ആയിക്കോട്ടെ, വേറെ വീഡിയോ ചെയ്യുക. എനിക്ക് ഡ്രസ്സൊന്നും മാറ്റാൻ വയ്യ, അല്ലെങ്കിൽ ഭയങ്കര മടിയാണ്. അതിൽ കൂടെ ഒരിക്കട്ട ഡ്രസ്സ് ഇനി ഒന്നും മാറ്റണ്ടേ. സോ അതുകൊണ്ട് വേറെ ഡ്രസ്സ് ഇടുന്ന ദിവസം വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ, ടാറ്റാ.